ഒന്നും പറയാനില്ലാത്ത ടേസ്റ്റിൽ അത്രക്കും പൊളിയായിട്ടുള്ള ഒരു സ്നാക്കാട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡില ഐറ്റം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടാലോ? അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ആദ്യം നമുക്കതിനൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഞാൻ വളരെ കുറച്ച് മാത്രം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാള, ചെറിയൊരു സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ പൊരിച്ചെടുത്ത നോർമൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല അത്രയും ചേർത്തിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അത് 3ഉം കൂടെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ആട്ടോ. അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിക്ക് ഉടയുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്താൽ മതിയേ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മസാലപ്പൊടി അത് 2 മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്ങിനുള്ള ഐറ്റം. ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/4 കപ്പ് പാൽ മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ ബ്രെഡിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ആ ഒരു മുട്ട മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. വേറൊരു ബ്രെഡ് സ്ലൈസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതിയേ. എന്നിട്ട് ഒരു ഭാഗം ആയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മറിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ആ ഒരു ഫില്ലിങ് ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മറ്റേ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കാണാനൊരു ഭംഗി കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ആ ഒരു ചീസ് ഒന്ന് മെൽട്ടാകുന്ന വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയേ. അപ്പോൾ ചീസ് ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി. അപ്പോൾ ചെറിയ തീയിലല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിയും. ചീസ് മെൽട്ടാകുമ്പോഴേക്ക് ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ചീസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഓപ്ഷണലാണ്. പക്ഷേ ചീസ് കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഒരു ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യേണ്ട. ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂടോട് കൂടെ കഴിക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്